അതേസമയം തന്നെ UDF-ൽ ചേരാനുള്ള CK ജാനുവിന്റെ തീരുമാനത്തിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. 2003-ൽ മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ നരനായാട്ട് നടത്തിയത് UDF സർക്കാരായിരുന്നു. ആ സമരത്തിന് നേതൃത്വം നൽകിയ ജാനുവാണ് ഇന്ന് അവസരവാദ നിലപാടുമായി UDF-ന്റെ കൂടെ ചേരുന്നത്. CK ജാനുവിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് ജാനുവിന്റെ കൂടെയുള്ളവർ ഉൾപ്പെടെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. 2003-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് മുത്തങ്ങയിൽ ആദിവാസി വേട്ട നടക്കുന്നത്. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത പാവപ്പെട്ട ആദിവാസികൾക്ക് നേരെ സമാനതകളില്ലാത്ത നരനായാട്ടായിരുന്നു AK ആന്റണിയുടെ പോലീസ് നടത്തിയത്. പോലീസ് വെടിവെപ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. പിന്നീട് മാസങ്ങളോളം പോലീസ് അതിക്രമം തുടർന്നു. പോലീസ് വേട്ടയ്ക്കെതിരെ CPIM സംസ്ഥാനമെമ്പാടും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതിനുശേഷമായിരുന്നു പോലീസ് അതിക്രമം അവസാനിപ്പിച്ചത്. അന്ന് മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് K സുധാകരൻ പോലീസ് അതിക്രമത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരു കുട്ടിയെ തല്ലുന്നത് കണ്ടിട്ടില്ല, ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടിട്ടില്ല. അതിനകത്ത് മിക്കവാറും തല്ലിയവരെയൊക്കെ മുട്ടിന് താഴെ മാത്രമാണ് പോലീസുകാർ തല്ലിയത്. മുട്ടിന് താഴെ മാത്രം. ഇത്ര മാത്രം പ്രൊവോക്കേറ്റീവായ ഒരു സ്ഥലത്ത് വെടിവെച്ചിട്ട് ഒരു ആദിവാസി മാത്രമേ മരിച്ചു പോകുന്നത്. പന്തം കൊടുത്ത് നിന്നവനാ വെടികൊണ്ടത്. CK ജാനുവിന്റെയും ഗീതാനന്ദിന്റെയും നേതൃത്വത്തിലായിരുന്നു മുത്തങ്ങയിൽ സമരം നടന്നത്. പിന്നീട് CK ജാനു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. NDAയുടെ ഭാഗമായി. NDAയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർത്തി മുന്നണി വിട്ടു. പിന്നീടാണ് ഇപ്പോൾ UDF-ൽ ചേരാൻ തീരുമാനിച്ചത്. ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നത് UDF ആണെന്നാണ് CK ജാനുവിന്റെ വാദം. എന്നാൽ ആദിവാസികളെ മൃഗീയമായി ആക്രമിച്ച UDF സർക്കാരിന്റെ ചെയ്തികളെപ്പറ്റി ജാനു മിണ്ടുന്നുമില്ല. അന്ന് സമരരംഗത്തുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ജാനുവിന്റെ തീരുമാനത്തിനെതിരാണ്. ചരിത്രം പാടെ മറന്നുകൊണ്ട് അവസരവാദപരമായ നിലപാടാണ് ജാനു സ്വീകരിക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. PV കുട്ടൻ, കോഴിക്കോട്.